ഹായ് ഗായ്സ്. ഊട്ടി ഡേയിൽ 3 ആണ് കേട്ടോ. എന്താണ് ഈ ഷീറ്റ് കാണിക്കുന്നതെന്നല്ലേ, ഈ ഷീറ്റാണ് എനിക്ക് ഊട്ടിയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അത്ര തണുപ്പത്ത് അതിൽ മൂടി കിടക്കണം. എൻ്റെ മക്കൾ എന്ത് സുഖമായിരുന്നെന്ന് അറിയാവോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ റൂമിന്റെ വെളിയിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ. അതൊക്കെ കണ്ട് ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് പോയത് ദൊഡ്ഡബെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു പീക്കിന്റെ മുകളിലാണ്, മൗണ്ടൈൻ്റെ മുകളിലായിട്ടാണ് ആ സ്ഥലം വരുന്നത്. ഒരുപാട് ദൂരം നടന്നിട്ട് ചെല്ലുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. പിന്നെ എവിടെ ചെന്നാലും എൻ്റെ കുറച്ച് ഷോ കാണുമല്ലോ, അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. അപ്പൊ ഈ ഒരു സ്ഥലം നടന്ന എൻഡിലേക്ക് എത്തുന്നിടത്താണ് ആ സൂയിസൈഡ് പോയിന്റ് വരുന്നത്. അപ്പൊ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയല്ല. എനിക്കത് ഈ സൂയിസൈഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാനത് ആദ്യം സമ്മതിച്ചു കൊടുത്തില്ല. പിന്നെ അവർ പറഞ്ഞു ഇത്രയും പൊക്കത്തിനോ കെട്ടി വെച്ചിരിക്കുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പടിയാണ് ഇപ്പടിയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയല്ല. പിന്നെ നേരെ പോയത് ടീ ഫാക്ടറിയിലേക്കാണ്. ടീ ഫാക്ടറിയിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ ഈ മൈലാഞ്ചി അരയ്ക്കുമ്പോൾ ഒരു സ്മെല്ലില്ലേ, അതിന്റെ മണമായിരുന്നു കേട്ടോ. ഈ ഇലയുടെ ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നില്ലേ. അപ്പൊ ഇങ്ങനെ എല്ലാ പ്രോസസ്സിങ്ങും കണ്ട് 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 നമ്മളിങ്ങനെ ക്യൂ ആയിട്ടാ പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് കണ്ടുവരുമ്പോൾ. ഈ പാക്കിംഗ് കാണിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാക്കിങ്ങിന്റെ തൊട്ടടുത്ത് നമുക്ക് സാമ്പിൾ ചായ തരും. എന്ത് ടേസ്റ്റ് ആയിരുന്നു ചായ. അതുപോലെ തന്നെ തൊട്ടടുത്താണ് ഈ നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറിയും വരുന്നത്. അപ്പൊ അതിന്റെ സാമ്പിൾ തരും. അവിടെ തന്നെ കുറച്ച് അഡ്വഞ്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ആ ടിക്കറ്റ് കാണിച്ചത് എന്താണെന്ന് അറിയാവോ, നല്ല ഭംഗിയുണ്ട് ആ ടിക്കറ്റ് കാണാനായിട്ട്. 100 രൂപ കൊടുത്താൽ എന്താ, അത്രയും നല്ലൊരു ഭംഗിയുള്ള ടിക്കറ്റ് കിട്ടിയില്ലേ നമുക്ക്. അത് മാത്രല്ല കേട്ടോ, 55 ഏക്കറിൽ പരന്ന് കിടക്കുന്ന എന്താ പറയാ, പച്ച പരവതാനി വിരിച്ച് ഈ സാഹിത്യൊന്നും വരത്തില്ല, പക്ഷെ ഉണ്ട് മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. സെറ്റ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം. ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. നമുക്ക് നടന്ന് കാണാനായിട്ട് അത്രയും വെറൈറ്റി ഫ്ലവേഴ്സും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത പാക്കേജ്. ഡ്രീം ഡെസ്റ്റിനേഷൻ ട്രിവാൻഡ്രത്തുള്ള തന്നെ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്ന അതേ ഫീൽ ആയിരുന്നു കേട്ടോ അവരുടെ കൂടെ പോയി ഇരുന്നപ്പോൾ. അത്ര സേഫ്റ്റി ആയിരുന്നു.